Hi students, welcome to a lecture series of quantum mechanics. കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ തെർമൽ റേഡിയേഷൻ്റെ ക്ലാസിക്കൽ തിയറിയും അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഫെയിലിയർ, അൾട്രാവയലറ്റ് കറ്റാസ്ട്രോഫ് അത്തരം കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അതിൽ നിന്ന് കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ കൺക്ലൂഡ് ചെയ്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ക്ലാസിക്കൽ മെക്കാനിക്സിൻ്റെ ബേസിക് ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് തെർമൽ റേഡിയേഷൻ സ്പെക്ട്രം അനലൈസ് ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി. അതിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു പുതിയ ന്യൂ ടൂൾസ് ഓഫ് ഫിസിക്സ് ഈ ഒരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാൻ വേണം എന്നുള്ളത് മനസ്സിലാക്കുകയും 19th സെഞ്ച്വറിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി ക്ലാസിക്കൽ ലോസ് ഓഫ് ഫിസിക്സ് അല്ലെങ്കിൽ സയൻറ്റിസ്റ്റുമാർ അനുഭവിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് ഈ ഒരു തെർമൽ റേഡിയേഷൻ സ്പെക്ട്രം എക്സ്പെരിമെൻ്റൽ ഡാറ്റയെ ഇൻ്റർപ്രറ്റ് ചെയ്യാവുന്ന കറക്റ്റ് തിയററ്റിക്കൽ ടൂളുകൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് അതൊരു വലിയൊരു പ്രശ്നമായിട്ട് ആ കാലഘട്ടത്തിൽ നിൽക്കുകയും 1900 മാക്സ് പ്ലാങ്ക് ഒരു ജർമ്മൻ ഫിസിസ്റ്റാണ് ആദ്യമായിട്ട് ഇതിനൊരു സൊല്യൂഷൻ കൊണ്ടുവരുന്നത്. ഈ ഒരു തെർമൽ റേഡിയേഷൻ സ്പെക്ട്രത്തിൻ്റെ അനാലിസിസ് കൃത്യമായിട്ട് ഒരു സക്സസ്ഫുൾ തിയററ്റിക്കൽ ഇൻ്റർപ്രട്ടേഷൻ ആദ്യമായി പുട്ട് ഫോർവേഡ് ചെയ്തത് മാക്സ് പ്ലാങ്ക് ആണ്. The correct interpretation was given by Max Planck. So he is a German physicist, Max Planck, in 1900, which sometimes referred as which usually referred as the birth of a new physics, birth of a new branch of physics. ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റിൽ നമ്മൾ ഫിസിക്സിൻ്റെ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റിൽ ഒരു പുതിയ ബ്രാഞ്ച് ഓഫ് ഫിസിക്സിൻ്റെ ബർത്തായിട്ട് നമുക്കതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് വിച്ച് ഈസ് കോൾഡ് ദ ക്വാണ്ടം ഫിസിക്സ് ഓർ വേവ് മെക്കാനിക്സ്. ലേറ്റർ അത് വേവ് മെക്കാനിക്സ് എന്നും ക്വാണ്ടം ഫിസിക്സ് എന്നും ക്വാണ്ടം മെക്കാനിക്സ് എന്നൊക്കെ നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യപ്പെട്ടിട്ടുള്ള ടോപ്പിക്കിൻ്റെ ഒരു ബിഗിനിങ്, ആ ഒരു പുതിയൊരു ഫിസിക്കൽ തിയറിയുടെ ഒരു ജനനമായിട്ട് നമുക്ക് വേണമെങ്കിൽ ആ കാലഘട്ടം 1900 പ്ലാങ്കിൻ്റെ ഇൻ്റർപ്രട്ടേഷൻ, തിയററ്റിക്കൽ ഇൻ്റർപ്രട്ടേഷനെ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അവിടെ റാലെ ജീൻസ് ലോയിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി എന്തായിരുന്നു എന്ന് അനലൈസ് ചെയ്തുകൊണ്ടാണ് പ്ലാങ്ക് ഇതിന് കൃത്യമായിട്ടുള്ള ഒരു ഇൻ്റർപ്രട്ടേഷൻ നടത്തിയത്. പ്ലാങ്ക് അദ്ദേഹത്തിൻ്റെ പ്രപ്പോസലിനെ അദ്ദേഹം പറഞ്ഞത് he called as a lucky guesswork. പക്ഷെ ആ ലക്കി ഗസ് വർക്ക് എന്ന് പറയുന്നത് എന്താണെന്ന് പറയാം. ആ ലക്കി ഗസ് വർക്ക് എന്ന് പറയുന്നത് ലേറ്റർ അത് കറക്റ്റ് ആയിരുന്നു എന്നുള്ളതും കൃത്യമായിട്ടുള്ള ഒരു തിയററ്റിക്കൽ ഇൻ്റർപ്രട്ടേഷൻ ആണെന്നും ലേറ്റർ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ പിന്നീടുള്ള ഡെവലപ്മെൻറ്റിൽ വളരെ കൃത്യമായിട്ട് നമുക്കത് മനസ്സിലാക്കാൻ സാധിച്ചു. അത് ലൈറ്റിൻ്റെ പാർട്ടിക്കിൾ പ്രോപ്പർട്ടിയുമായിട്ട് അസോസിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് പിന്നീട് അത് എക്സ്പ്ലെയിൻ ചെയ്യാനും സാധിച്ചു എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, അപ്പോൾ അതിൽ റാലെ ജീൻസ് ലോ ഒന്നും കൂടി നമുക്കൊന്ന് റെപ്രസെൻ്റ് ചെയ്യാം. റാലെ ജീൻസ് ലോ കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ എഴുതിയത് ഒന്ന് റെപ്രസെൻ്റ് ചെയ്യാം. എനർജി ഡെൻസിറ്റിയുടെ ഫോർമുല എഴുതുകയാണെങ്കിൽ റാലെ ജീൻസ് ലോ കിട്ടിയത് u of lambda d lambda is equal to 8 pi kt divided by lambda raised to 4 into d lambda. ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയത്. That means as lambda tends to 0, u of lambda tends to 0, thus intensity I of lambda also, u of lambda tends to infinity, I of lambda also tends to infinity. That means at shorter wavelengths, intensity, thermal radiation intensity, thermal radiator intensity becomes maximum. ഇതാണ് ക്ലാസിക്കൽ മെക്കാനിക്സ് പ്രകാരം നമുക്ക് കിട്ടിയത്. ക്ലാസിക്കൽ തിയറി പ്രകാരം നമുക്ക് പറയാവുന്ന ഒരു റിസൾട്ട്. ഓക്കെ, which is against the experimental data.
which is against the experimental data. ഇപ്പോൾ എക്സ്പെരിമെൻ്റൽ ഡാറ്റ എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. ഇൻറ്റൻസിറ്റിയും വേവ് ലെങ്ത്തും വെച്ച് ഗ്രാഫ് പ്ലോട്ട് ചെയ്താൽ യു വിൽ ഗെറ്റ് എ ഗ്രാഫ്. എക്സ്പെരിമെൻ്റൽ ഡാറ്റ വിൽ ബി ലൈക്ക് ദിസ്, but the Rayleigh-Jeans law will be like this. So at longer wavelength, Rayleigh-Jeans law matches with experimental data. ക്ലാസിക്കൽ തിയറിയിൽ ഒരു അസംഷനും കൂടി കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത അസംഷനും കൂടി നമുക്ക് ഓർമ്മയുണ്ടാവും. ക്ലാസിക്കൽ തിയറി പ്രകാരം സ്റ്റാൻഡിങ് വേവ്സ് ഫോം ചെയ്യും എന്നാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. സ്റ്റാൻഡിങ് വേവ്സ് അല്ലെങ്കിൽ ഓസിലേറ്റേഴ്സ്. ആ ഓസിലേറ്റേഴ്സിൻ്റെ ആവറേജ് എനർജി പെർ ഓസിലേറ്റർ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ ഡിസ്കസ് ചെയ്തത് ദ ആവറേജ് എനർജി പെർ ഓസിലേറ്റർ നമുക്ക് കിട്ടിയത് KT എന്നാണ്. ക്ലാസിക്കൽ മെക്കാനിക്സ് പ്രകാരം ആവറേജ് എനർജി പെർ ഓസിലേറ്റർ എന്ന് പറയുന്നത് KT ആണ്. ഓക്കെ, അത് ലോങ്ങർ വേവ് ലെങ്ത്തിൽ ആ അസംഷൻ കറക്റ്റ് ആവുന്നുണ്ട്. കാരണം ലോങ്ങർ വേവ് ലെങ്ത്തിൽ ഒബ്സർവ്ഡ് സ്പെക്ട്രോം Rayleigh-Jeans ഫോർമുല പ്രഡിക്റ്റ് ചെയ്യുന്ന സ്പെക്ട്രോം മാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലോങ്ങർ വേവ് ലെങ്ത്തിൽ KT എന്ന് എഴുതുന്നതിൽ തെറ്റില്ല. പക്ഷെ ഷോർട്ടർ വേവ് ലെങ്ത്തിൽ ഇൻറ്റൻസിറ്റി 0 ആവുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഷോർട്ടർ വേവ് ലെങ്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓസിലേറ്റേഴ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് കറക്റ്റ് എക്സ്പെരിമെൻ്റൽ ഡാറ്റ കിട്ടാനുള്ള ഒരു പ്രധാനപ്പെട്ട ടാർഗറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ പ്ലാങ്കിൻ്റെ അസംഷനും അതായിരുന്നു. പ്ലാങ്ക് കൃത്യമായിട്ട് അസ്യൂം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഷോർട്ടർ വേവ് ലെങ്ത്തിലുള്ള ആളുകളുടെ ഷോർട്ടർ വേവ് ലെങ്ത്തിൽ ഓസിലേറ്റ് ചെയ്യുന്ന ഓസിലേറ്റേഴ്സിൻ്റെ ഓസിലേറ്റേഴ്സിൻ്റെ എണ്ണം റെഡ്യൂസ് ചെയ്യുക. അത് എണ്ണം ലാർജായിട്ട് ഇൻറ്റൻസിറ്റി മാക്സിമം ആവുന്ന രീതിയിലാണ് Rayleigh-Jeans ലോ പ്രകാരം കിട്ടിയേക്കുന്നത്. അതിന് പകരമായിട്ട് ആ ഷോർട്ടർ വേവ് ലെങ്ത്തിലുള്ള ആളുകളുടെ കോൺട്രിബ്യൂഷൻ കുറയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരു എക്സ്പെരിമെൻ്റൽ ഡാറ്റയും തിയററ്റിക്കൽ ഡാറ്റയും മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, ഒന്നും കൂടി അത് ക്ലിയർ ആയിട്ട് എഴുതാം. Rayleigh-Jeans ലോ പ്രെഡിക്ട്സ്, Rayleigh-Jeans ലോ ഇങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്തത്, ഈ ഗ്രാഫാണ്. So we can say that Rayleigh-Jeans law predicts too much intensity at shorter wavelengths അല്ലെങ്കിൽ അതായത് ലാംഡ സ്മോൾ അല്ലെങ്കിൽ or higher frequencies or at higher frequencies, അങ്ങനെയും പറയാം. ഫ്രീക്വൻസി കൂടുതൽ, ഹയർ ഫ്രീക്വൻസീസ്, ഷോർട്ടർ വേവ് ലെങ്ത് അല്ലെങ്കിൽ ഹയർ ഫ്രീക്വൻസിയിൽ ടു മച്ച് ഇൻറ്റൻസിറ്റി ഉണ്ടാവും. ഓക്കെ, വിച്ച് ഈസ് അഗെയിൻസ്റ്റ് ദ ഒബ്സർവ്ഡ് ഡാറ്റ. പ്ലാങ്ക് എന്താ അസ്യൂം ചെയ്തതെന്ന് വെച്ചാൽ പ്ലാങ്ക് ട്രൈ ടു റെഡ്യൂസ് അല്ലെങ്കിൽ Planck tried to find a way to reduce the number of high frequency oscillators അതായത് നമ്മളുടെ ബ്ലാക്ക് ബോഡി ക്യാവിറ്റിയിൽ റേഡിയേഷൻസ് വന്ന് വീഴുമ്പോൾ ആ റേഡിയേഷൻസ് റിഫ്ലക്റ്റ് ചെയ്ത് സൂപ്പർ ഇമ്പോസ് ചെയ്ത് അവിടുത്തെ ആറ്റംസ് ഓസിലേറ്റ് ചെയ്തിട്ടാണ് തെർമൽ റേഡിയേഷൻസ് ഉണ്ടാവുന്നത്. സ്റ്റാൻഡിങ് വേവ്സ് ഫോം ചെയ്തിട്ടാണ് തെർമൽ റേഡിയേഷൻ ഉണ്ടാവുന്നത് എന്നുള്ളതാണ് ക്ലാസിക്കൽ മെക്കാനിക്സിലെ പ്രഡിക്ഷൻ. ആ പ്രഡിക്ഷനിൽ നിന്നുകൊണ്ട് ഷോർട്ടർ വേവ് ലെങ്ത്തിൽ ഉണ്ടാവുന്ന അത്തരത്തിലുള്ള സ്റ്റാൻഡിങ് വേവുകളുടെ എണ്ണം കുറയ്ക്കുക അല്ലെങ്കിൽ ഷോർട്ടർ വേവ് ലെങ്ത്തിലുള്ള ഓസിലേഷൻസ് റിഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹം ശ്രമിച്ച ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത്. So number of high frequency oscillators
by reducing the try to reduce a way to reduce the number of high frequency oscillators or short wavelength oscillators. അപ്പോൾ ഹൈ ഫ്രീക്വൻസി ഓസിലേറ്റേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യാത്ത രീതിയിലുള്ള ഒരു മെത്തേഡാണ് അദ്ദേഹം അസ്യൂം ചെയ്തത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു എക്സ്പെരിമെൻ്റൽ ഡാറ്റയുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു അസംഷൻ അദ്ദേഹം എടുത്തു. അതിൽ അദ്ദേഹം ചെയ്ത അസംഷൻ എന്താണ് എന്നുള്ളതാണ്. ആ അസംഷനാണ് which has become, this assumption has become as the cornerstone of new physics, new branch of physics which is called the quantum physics. ഈ ഒരു അസംഷനാണ് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഒരു പുതിയ ജനനത്തിന്, ഒരു പുതിയ ഫിസിക്സിന്, പുതിയൊരു ഫിസിക്കൽ ഇൻ്റർപ്രിട്ടേഷന് കാരണമായത് എന്നും പറയാം. ദിസ് അസംഷൻ, ദിസ് പ്ലാങ്ക്സ് അസംഷൻ ദാറ്റ് വി വിൽ ഡിസ്കസ് സൂൺ, ദിസ് അസംഷൻ അല്ലെങ്കിൽ later 1900 ഉണ്ടായിരുന്ന ഈ assumption, later this assumption has become the cornerstone of new physics, new cornerstone of a new physical theory, a new physical theory, cornerstone of a new physical theory called quantum mechanics or quantum physics. Quantum physics. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അസംഷൻ എന്തായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ അസംഷൻ ഈ ഒരു എക്സ്പെരിമെൻ്റൽ ഡാറ്റയുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു അസംഷൻ അദ്ദേഹം എടുത്തു. അതൊരു അദ്ദേഹം തന്നെ സൂചിപ്പിച്ച പോലെ ഇറ്റ് ഈസ് ആക്ച്വലി എ ലക്കി ഗസ് വർക്ക്. ആ ഒരു ലക്കി ഗസ് വർക്ക് എന്ന് പറയുന്നത് ലേറ്റർ അത് കറക്റ്റാണ് എന്ന് പ്രൂവ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം അസ്യൂം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ എനർജി അബ്സോർബ്, അതായത് ബ്ലാക്ക് ബോഡി റേഡിയേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ബ്ലാക്ക് ബോഡി എനർജി അബ്സോർബ് ചെയ്യുന്നുണ്ട്, ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ അബ്സോർബ് ചെയ്യുന്നുണ്ട്, എന്നിട്ട് തെർമൽ റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ബ്ലാക്ക് ബോഡി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബോഡി വിച്ച് കണ്ടിന്യൂസ്ലി അബ്സോർബ്സ് റേഡിയേഷൻസ് and emit thermal radiations. It can easily absorb and emit radiations. അതാണ് എന്ത് ബ്ലാക്ക് ബോഡി എന്ന് പറയുന്നത്. പ്ലാങ്കിൻ്റെ അസംഷൻ പ്രകാരം, സാധാരണ ക്ലാസിക്കൽ ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി പ്രകാരം എനർജി ക്യാൻ ബി എനി വാല്യൂ, എനർജി ക്യാൻ ബി എ കണ്ടിന്യൂസ് ഫങ്ഷൻ എന്നുള്ള രൂപത്തിൽ നിങ്ങൾക്ക് അസ്യൂം ചെയ്യാം. പക്ഷേ പ്ലാങ്കിൻ്റെ അസംഷൻ എന്ന് പറയുന്നത് എനർജി ഡിസ്ക്രീറ്റ് ബണ്ടിൽസ് ആയിട്ടാണ്, അതായത് ഒരു ക്വാണ്ടൈസ്ഡ് ഫോമിലാണ് അത് അബ്സോർബ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി എന്ന് പറയുന്നത് കണ്ടിന്യൂസ് അല്ല, ഡിസ്ക്രീറ്റ് ആണ്, പാക്കറ്റ്സ് ഓഫ് എനർജി ആയിട്ടാണ് ഇത് അബ്സോർബ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് പ്ലാങ്കിൻ്റെ ആദ്യത്തെ അസംഷൻ. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ എനർജി ക്വാണ്ടൈസ്ഡ് ഫോമിലാണ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. സോ പ്ലാങ്ക് സജസ്റ്റഡ് ദാറ്റ് ഒരു ഓസിലേറ്റർ അല്ലെങ്കിൽ ഒരു ഓസിലേറ്റിംഗ് ആറ്റം, പ്ലാങ്ക് സജസ്റ്റഡ് ദാറ്റ് ഇത്തരത്തിലുള്ള ഓസിലേറ്റർ, പ്ലാങ്ക് സജസ്റ്റഡ് ദാറ്റ് ദിസ് ഓസിലേറ്റർ or an oscillating atom thermal radiations തരുന്ന ആറ്റം അല്ലെങ്കിൽ an oscillating atom can absorb energy in the form of can absorb or emit energy, അങ്ങനെ എഴുതാം, can absorb or emit energy in this energy only in discrete bundles, ഡിസ്ക്രീറ്റ് ബണ്ടിൽസ് ആയിട്ട് അബ്സോർബ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ അസംഷൻ. അദ്ദേഹത്തിൻ്റെ അസംഷൻ അത് കൃത്യമായിട്ട് അത്തരത്തിലുള്ള അസംഷൻ നടത്തുമ്പോൾ എനർജി എന്ന് പറയുന്നത് ഒരു പാക്കറ്റ്സ് ഓഫ് എനർജി ആയിട്ടാണ്, ഡിസ്ക്രീറ്റ് ഫോമിലാണ്, അല്ലാതെ കണ്ടിന്യൂസ് അല്ല. എനർജി ഏത് വാല്യൂ അബ്സോർബ് ചെയ്യാൻ പറ്റില്ല, എനർജി സം ഡിസ്ക്രീറ്റ് ബണ്ടിൽസ് എന്നുള്ളതാണ്. അതിനെ നമ്മൾ പിന്നീട് ലേറ്റർ ക്വാണ്ട എന്നുള്ള പേരിൽ
റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഡിസ്ക്രീറ്റ് പാക്കറ്റ്സ് ഓഫ് എനർജീനെ പിന്നീട് നമ്മൾ ക്വാണ്ട എന്നാണ് വിളിച്ചത്. ഇത് തന്നെയാണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. കഴിഞ്ഞ മുമ്പുള്ള ലെക്ചേഴ്സ് നിങ്ങൾ റെഫർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിലും ഇത്തരത്തിലുള്ള അസംഷൻ ആയിരുന്നു. ക്വാണ്ട ഓഫ് എനർജി എന്താണെന്ന് അവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു ബോൾഡ് അസംഷൻ കൊണ്ട് എന്താണ് ഉണ്ടായതെന്ന് ചോദിച്ചാൽ, ലോ ഫ്രീക്വൻസി ഓസിലേറ്റേഴ്സ് ഒക്കെ അല്ലെങ്കിൽ ലോങ്ങർ വേവ് ലെങ്ത് ഉള്ള ഓസിലേറ്റേഴ്സിൻ്റെയൊക്കെ ആവറേജ് എനർജി പെർ ഓസിലേറ്റർ എന്ന് പറയുന്നത് കേട്ടി തന്നെ വരികയും, അതായത് റാലെ ജീൻസ് ലോ പ്രഡിക്റ്റ് ചെയ്ത രീതിയിൽ തന്നെ വരികയും, ഷോർട്ടർ വേവ് ലെങ്ത് അല്ലെങ്കിൽ ഹയർ ഫ്രീക്വൻസിയിലുള്ള ഓസിലേറ്റേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 0 ആയിട്ട് മാറുകയും ചെയ്തു. അതാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ബോൾഡ് അസംഷൻ കൊണ്ട് ഉണ്ടായ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, ഷോർട്ടർ വേവ് ലെങ്ത്തിലുള്ള അല്ലെങ്കിൽ ലോങ്ങർ വേവ് ലെങ്ത് അല്ലെങ്കിൽ ലോ ഫ്രീക്വൻസി ഓസിലേറ്റേഴ്സിൻ്റെ ആവറേജ് എനർജി പെർ ഓസിലേറ്റർ എന്ന് പറയുന്നത്, becomes KT. നമ്മളുടെ റാലെ ജീൻസ് ലോ പ്രഡിക്റ്റ് ചെയ്ത പോലെ തന്നെ ഷോർട്ടർ വേവ് ലെങ്ത് അല്ലെങ്കിൽ ഹയർ ഫ്രീക്വൻസി ഓസിലേറ്റേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ആവറേജ് എനർജി 0 ആയിട്ട് മാറുകയും ചെയ്തു, അല്ലെങ്കിൽ നിയർലി 0 ആയിരിക്കും, ലോ ആയിട്ട് മാറും. അത് നമുക്ക് കാണാം. നമ്മൾ ഈ ഒരു ഡിസ്കഷൻ നടത്തുമ്പോൾ നമുക്കത് എങ്ങനെ വരുന്നു എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഈ ഇൻറ്റൻസിറ്റി സ്പെക്ട്രം ഐ ഓഫ് ലാംഡയും വെച്ചിട്ടുള്ള ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ ആ പ്ലാങ്കിൻ്റെ അസംഷൻ എടുക്കുകയാണെങ്കിൽ എക്സ്പെരിമെൻ്റൽ ഡാറ്റയുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെ നമുക്ക് സ്പെക്ട്രം ലഭിക്കും എന്നുള്ളതാണ് നമ്മളുടെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത എന്നുള്ളതാണ് ഇത് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ വരുന്നു എന്നുള്ളതാണ്. പ്ലാങ്കിൻ്റെ അസംഷൻ പറഞ്ഞു, എനർജി ക്വാണ്ടൈസ്ഡ് ആണ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അദ്ദേഹം അസ്യൂം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഓരോ ഓസിലേറ്ററും അബ്സോർബ് ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് പാക്കറ്റ്സ് ഓഫ് എനർജിയാണ്. അത് ഒരു സർട്ടൻ ബേസിക് എനർജിയുടെ ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ ആയിട്ടാണ് അദ്ദേഹം ട്രീറ്റ് ചെയ്തത്. ആ സർട്ടൻ ബേസിക് എനർജീനെയാണ് ക്വാണ്ട ഓഫ് എനർജി എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അസംഷൻ പ്രകാരം, അക്കോർഡിംഗ് ടു Planck, in Planck's theory, അദ്ദേഹം അസ്യൂം ചെയ്തത്, he assumed that each oscillator അല്ലെങ്കിൽ സ്റ്റാൻഡിങ് വേവ് എന്താണ് നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അങ്ങനെ പറയാം. ഈച്ച് ഓസിലേറ്റർ ക്യാൻ അബ്സോർബ് or emit energy only in discrete bundles that are integral multiples of some basic unit of energy. Say epsilon എന്ന് വിചാരിക്കുക. ഒരു ബേസിക് എനർജി എപ്സിലോൺ ആണെന്ന് വിചാരിച്ചോ. അപ്പോൾ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എപ്പോഴും n ഇൻറ്റു എപ്സിലോൺ ആയിരിക്കും. ഒരു ഓസിലേറ്ററിൻ്റെ എനർജി, ഒരു ഓസിലേറ്റർ അബ്സോർബ് ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. ഓസിലേറ്റർ അബ്സോർബ് ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് ഒരു ബേസിക് എനർജിയുടെ ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ ആയിരിക്കും. ദാറ്റ് മീൻസ് n ക്യാൻ ബി ടേക്കൻ ആസ് 1, 2, 3 etc. ഓക്കെ, ക്ലിയർ? സോ ഹിയർ n എന്ന് പറഞ്ഞാൽ ദ ടോട്ടൽ നമ്പർ ഓഫ് ക്വാണ്ട അല്ലെങ്കിൽ ബേസിക് യൂണിറ്റ്. ഇതിനെയാണ് നമ്മൾ ബേസിക്കലി ഇനി
ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫോട്ടോൺ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ക്വാണ്ട ഓഫ് എനർജി എന്ന് പറയുന്നത് എനർജി ഓഫ് എ ക്വാണ്ട എന്ന് പറയുന്നത് എപ്സിലോൺ എന്നാണ് എടുത്തേണ്ടത്. അത് ഒരു അസംഷനും കൂടി അദ്ദേഹം പറഞ്ഞു. അങ്ങനെയുള്ള എനർജി ഓഫ് ക്വാണ്ട എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ഫ്രീക്വൻസി. ആ റേഡിയേഷൻ്റെ ഫ്രീക്വൻസിക്ക് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ദാറ്റ് ഈസ് എപ്സിലോൺ ഈസ് ഈക്വൽ ടു സം ബേസിക് കോൺസ്റ്റൻറ്റ് എച്ച് ഇൻറ്റു എഫ്. ഈ എച്ചിനെയാണ് ലേറ്റർ പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് എന്ന് വിളിച്ചത്. പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ പ്ലാങ്കിൻ്റെ അസംഷൻ ഇതാണ്: ഏത് ഓസിലേറ്ററും എനർജി അബ്സോർബ് ചെയ്യുന്ന ഡിസ്ക്രീറ്റ് ഫോമിലായിരിക്കും. ഒരു ബേസിക് യൂണിറ്റ് ഓഫ് എനർജിയുടെ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ആയിരിക്കും. ആ ബേസിക് യൂണിറ്റ് ഓഫ് എനർജി എന്ന് പറയുന്നത് എച്ച് ഇൻറ്റു എഫ് ആയിരിക്കും. എഫ് എന്ന് പറയുന്നത് റേഡിയേഷൻ്റെ ഫ്രീക്വൻസിയാണ്. ഓക്കെ, അപ്പോൾ ഇതിന് നമുക്ക് ഇവിടെ ഒരു സഫിക്സ് എൻ കൊടുക്കാം. അതായത് എൻ ഓസിലേറ്റേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ എൻ ക്വാണ്ട ഓഫ് എനർജി ആണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇത് എൻ ക്വാണ്ട ഓഫ് എനർജി അബ്സോർബ് ചെയ്യും, ഒരു ഓസിലേറ്റർ അബ്സോർബ് ചെയ്യുന്നു എന്നാണ് അസ്യൂം ചെയ്തേണ്ടത്. അപ്പോൾ ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം, ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. ക്ലിയർ? ഇത് മറ്റൊരു രീതിയിലാണ് നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിലെ ഫോട്ടോൺ എന്ന് പറയുന്ന കോൺസെപ്റ്റ്, അല്ലെങ്കിൽ ക്വാണ്ട ഓഫ് എനർജി, ഫോട്ടോൺസ് എന്ന് പറയുന്ന കോൺസെപ്റ്റൊക്കെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇതുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലാണ്. ഇപ്പോൾ എച്ച് ഈസ് കോൾഡ് ദ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ്. H is the proportionality constant. Its value it is called Planck's constant. That we will discuss it later. Okay. അപ്പോൾ ഓസിലേറ്ററിൻ്റെ എനർജീനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഓസിലേറ്ററിൻ്റെ എനർജീനെ നമ്മൾ EN is equal to N into epsilon എന്നാണ്, അല്ലെങ്കിൽ N into HF. ഓക്കെ, ഈ രൂപത്തിലാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എനർജി, ഇപ്പോൾ EN എനർജി ഉള്ളപ്പോൾ നമ്മളുടെ എന്താ പറയുക, തെർമൽ റേഡിയേഷൻ സിസ്റ്റം കൺസിഡർ ചെയ്യുമ്പോൾ ലാർജ് നമ്പർ ഓഫ് ഓസിലേറ്റേഴ്സ് അവിടെ ഉണ്ടാവും. ഒരു ഓസിലേറ്റർ അല്ല, ലാർജ് നമ്പർ ഓഫ് ഓസിലേറ്റേഴ്സ് അവിടെ പോസിബിൾ ആണ്. ഓരോ ഓസിലേറ്റേഴ്സും ഡിസ്ക്രീറ്റ് ബണ്ടിൽസ് ഓഫ് എനർജിയാണ് അബ്സോർബ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഓസിലേറ്ററിൻ്റെ എനർജി EN ആണെന്ന് വിചാരിക്കുക, മറ്റൊരു ഓസിലേറ്ററിൻ്റെ എനർജി വേറൊരു വാല്യൂ ആയിരിക്കും. അപ്പോൾ EN എനർജിയുള്ള, അതായത് ഒരേ എനർജിയുള്ള ഒരുപാട് ഓസിലേറ്റേഴ്സും ചിലപ്പോൾ അവിടെ ഉണ്ടാവാം. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് EN എനർജിയുള്ള എത്ര ഓസിലേറ്റേഴ്സ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം: നമ്പർ ഓഫ് ഓസിലേറ്റേഴ്സ് വിത്ത് എനർജി EN അങ്ങനെ നമുക്ക് NN എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. EN എനർജിയുള്ള നമ്പർ ഓഫ് ഓസിലേറ്റേഴ്സിനെ NN എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ്, തെർമോഡൈനാമിക്സ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ അതിലെ ബോൾട്സ്മാൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിച്ച്, മാക്സ്വെൽ ബോൾട്സ്മാൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിച്ചുകൊണ്ട് അനലൈസ് ചെയ്യേണ്ടതാണ്. അതിൻ്റെ ഡീറ്റെയിലേക്ക് നമ്മൾ കിടക്കുന്നില്ല. ഫോർ ദ ടൈം ബീയിങ് അതൊരു മാക്സ്വെൽ ബോൾട്സ്മാൻ സ്റ്റാറ്റിസ്റ്റിക്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന സിസ്റ്റം ആണെന്ന് മാത്രം മനസ്സിലാക്കുക. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ തെർമോഡൈനാമിക്സ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. So, number of oscillators with energy EN can be represented as N into 1 minus e raised to minus epsilon by kt into e raised to minus n epsilon by kt എന്ന് എഴുതാം. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ ടിയിലുള്ള സിസ്റ്റം ആണെന്ന് വിചാരിക്കുക. ബേസിക് ക്വാണ്ട ഓഫ് എനർജി എന്ന് പറയുന്നത് ഈ സ്മോൾ എപ്സിലോൺ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ EN എനർജിയുള്ള നമ്പർ ഓഫ് ഓസിലേറ്റേഴ്സിനെ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഇത് ശരിക്കും പറഞ്ഞാൽ മാക്സ്വെൽ ബോൾട്സ്മാൻ സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്ന് വരുന്ന, മാക്സ്വെൽ ബോൾട്സ്മാൻ ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് വരുന്ന റിസൾട്ടാണ്. NN is equal to ശരിക്കും A e raised to minus N epsilon by KT എന്നൊക്കെ എഴുതും. ഇവിടെ A എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണ്. ആ കോൺസ്റ്റൻ്റ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടാണ് നമ്മൾ എഴുതുന്നത്. ഈ N എന്ന് പറഞ്ഞാൽ ആ സിസ്റ്റത്തിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് ഓസിലേറ്റേഴ്സ് ആണ്. ടോട്ടൽ നമ്പർ ഓഫ് ഓസിലേറ്റേഴ്സ്, സിസ്റ്റത്തിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് ഓസിലേറ്റേഴ്സ്. ഓക്കെ, ക്ലിയർ? ടോട്ടൽ നമ്പർ ഓഫ് ഓസിലേറ്റേഴ്സ് ആണ്. അതെങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നമുക്ക് പറയാം. ഈ എപ്സിലോൺ എന്ന് പറഞ്ഞാൽ ക്വാണ്ട ഓഫ് എനർജിയാണ്. N എന്ന് പറഞ്ഞാൽ എത്ര ഒരു എന്താ പറയുക, ഈ N ആണ്, ഈ പറഞ്ഞ N ക്വാണ്ട, എത്ര ക്വാണ്ടാസ് എന്നുള്ളതാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, K എന്ന് പറഞ്ഞാൽ ബോൾട്സ്മാൻ കോൺസ്റ്റൻറ്റ്, T എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ ഇക്വേഷൻ നമ്പർ
3 എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഓസിലേറ്റേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാം? എൻ എന്ന് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ. അതായത് EN എനർജിയുള്ള NN ആളുകളുണ്ട്. ഇപ്പോൾ E1 എനർജിയുള്ള N1 ആളുകളുണ്ടെന്ന് വിചാരിച്ചോ, E2 എനർജിയുള്ള N2 ആളുകളുണ്ടെന്ന് വിചാരിച്ചോ. N2 ഓസിലേറ്റേഴ്സ്, ഓരോന്നും ഓസിലേറ്റേഴ്സ് ആണ്, അതിന് കറസ്പോണ്ടിങ് എനർജിയാണ്. E3 എനർജിയുള്ള N3 ആളുകളുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെ പല രീതിയിലുണ്ടാവാം. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഓസിലേറ്റേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് വേണം? നമ്മൾ മൊത്തം എല്ലാവരും എടുത്ത് കൂട്ടണം. ഓക്കെ, അപ്പോൾ ഈ NN N ക്വാണ്ട ഓഫ് എനർജി ആണുള്ളത്. N1 1 ക്വാണ്ട ആയിരിക്കും, N2 2 ക്വാണ്ട ആയിരിക്കും, 3 ക്വാണ്ട ആയിരിക്കും. അപ്പോൾ എല്ലാ ക്വാണ്ട ഓഫ് എനർജീസിനെയും നമ്മൾ എടുത്ത് കൂട്ടണം, എല്ലാ ക്വാണ്ട ഓഫ് പാർട്ടിക്കിൾസിനെയും കൂട്ടണം. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും: സിഗ്മ N ക്യാൻ ബി വേരീസ് ഫ്രം 0 to infinity. ഓസിലേറ്റേഴ്സ് അല്ലെങ്കിൽ ക്വാണ്ടാസ്, ഓരോ ഓസിലേറ്ററിലുള്ള ക്വാണ്ടകളുടെ എണ്ണം 0 മുതൽ ഇൻഫിനിറ്റി വരെ ഏത് വേണമെങ്കിൽ ആവാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും N. So N varies, capital N can be represented as N varies from 0 to infinity. Total number of oscillators എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം: N ഇൻറ്റു ഈ റിസൾട്ട് എന്ന് പറയുന്നത് 1 മൈനസ് e റൈസ് ടു മൈനസ് എപ്സിലോൺ ബൈ KT സിഗ്മ N varies from 0 to infinity N into e raised to minus NE by KT. ഓക്കെ, ഇക്വേഷൻ നമ്പർ 4 എന്ന് കൊടുക്കുക. ടോട്ടൽ നമ്പർ ഓഫ് ഓസിലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ N, സിഗ്മ NN എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഓരോ ഓസിലേറ്റേഴ്സിനും പലതരത്തിലുള്ള എനർജി ഉണ്ടാവാം. അപ്പോൾ EN എനർജിയുള്ള NN ഓസിലേറ്റേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു കാര്യം കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസിക്കൽ തിയറിയിലും ഡിസ്കസ് ചെയ്ത കാര്യമാണ് ആവറേജ് എനർജി പെർ ഓസിലേറ്റർ. എങ്ങനെ കണ്ടുപിടിക്കാം? ആവറേജ് എനർജി പെർ ഓസിലേറ്റർ. അപ്പോൾ ആദ്യം ടോട്ടൽ എനർജി കണ്ടുപിടിക്കാം. ടോട്ടൽ എനർജി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ടോട്ടൽ എനർജി എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം: സിഗ്മ N വേരീസ് ഫ്രം 0 to infinity NN EN. അതാണ് ടോട്ടൽ എനർജി. എല്ലാ ഓസിലേറ്ററുകളുടെയും എനർജി എല്ലാം കൂടി കൂട്ടിയിട്ടുള്ള ടോട്ടൽ എനർജിയാണ് ഈ ഉദ്ദേശിച്ചാണത്. ഓക്കെ, EN എനർജിയുള്ള NN ആളുകളുണ്ട്. അങ്ങനെ എല്ലാ ആളുകളെയും എടുത്ത് കൂട്ടാം, എല്ലാ ആളുകളുടെയും എനർജി എടുത്ത് കൂട്ടാം. അപ്പോൾ ടോട്ടൽ എല്ലാ ഓസിലേറ്ററുകളുടെയും കൂടിയിട്ടുള്ള എനർജി കിട്ടും. അപ്പോൾ ആവറേജ് എനർജി പെർ ഓസിലേറ്റർ എന്ത് വരും? ആവറേജ് എനർജി പെർ ഓസിലേറ്റർ എന്ന് പറയുന്നത് നമുക്ക് ഈ ആവറേജ് എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. ടോട്ടൽ എനർജി നമുക്ക് കിട്ടിയിട്ടുണ്ട്: സിഗ്മ N വേരീസ് ഫ്രം 0 to infinity NN EN എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഓസിലേറ്റേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അപ്പോഴാണ് ആവറേജ് കിട്ടുക. ആവറേജ് എനർജി പെർ ഓസിലേറ്റർ എന്ന് പറയുമ്പോൾ NN EN ഡിവൈഡഡ് ബൈ ടോട്ടൽ. എല്ലാ ഓസിലേറ്ററുകളുടെ എനർജി കിട്ടിയിട്ടുണ്ട്, അതിനെ N കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഒരു ഓസിലേറ്ററിൻ്റെ ആവറേജ് എനർജി കിട്ടും. ആവറേജ് എനർജി പെർ ഓസിലേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 1/n സിഗ്മ N is equal to 0 to infinity NN EN എന്ന് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്കതൊരു കാര്യം ചെയ്യാം. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1/n സിഗ്മ N is equal to 0 to infinity NN എന്താ കിട്ടിയത്? ഇക്വേഷൻ നമ്പർ 3 പ്രകാരം N ഇൻറ്റു 1 മൈനസ് e റൈസ് ടു മൈനസ് എപ്സിലോൺ ബൈ KT e റൈസ് ടു മൈനസ് N എപ്സിലോൺ ഡിവൈഡഡ് ബൈ KT. അപ്പോൾ NN ആയി. EN എന്ന് പറഞ്ഞാൽ എന്താ? EN എന്ന് കൊടുക്കാം. EN പകരം ഞാൻ N ഇൻറ്റു എപ്സിലോൺ എന്ന് കൊടുത്തു. EN നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇക്വേഷൻ നമ്പർ 1 പ്രകാരം. EN എന്ന് പറയുന്നത് N ഇൻറ്റു എപ്സിലോൺ ആണ്. അപ്പോൾ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ EN ഉം വെട്ടിപ്പോയി. ക്ലിയർ? അപ്പോൾ ആ റിസൾട്ട് ഒന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ എങ്ങനെ വരും? സോ ദ റിസൾട്ട് ഹാസ് ബിക്കം, നമുക്കൊരു കാര്യം ചെയ്യാം, N ഉള്ള ടേമുകൾ ഒഴികെ ബാക്കി N ഇല്ലാത്ത ടേമുകളൊക്കെ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ 1 മൈനസ് e റൈസ് ടു മൈനസ് എപ്സിലോൺ ബൈ KT സിഗ്മ N is equal to 0 to infinity N epsilon e raised to minus
n epsilon divided by KT എന്ന് പറഞ്ഞു. ഇതാണ് ആവറേജ് എനർജി പെർ ഓസിലേറ്റർ. ക്ലിയർ? അപ്പോൾ അതൊന്ന് റീഅറേഞ്ച് ചെയ്യണം, അത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം. എങ്ങനെ നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാം? ഓക്കെ, അപ്പോൾ അതിന് ചില ഐഡൻറ്റിറ്റീസ് നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. ആ ഐഡൻറ്റിറ്റീസ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് നിങ്ങളുടെ ഐഡൻറ്റിറ്റി നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുക. സിഗ്മ പി വേരീസ് ഫ്രം 0 to infinity p e raised to px is equal to e raised to x divided by e raised to x 1 minus e raised to x whole square. ഈ ഐഡൻറ്റിറ്റി ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ആ ഐഡൻറ്റിറ്റി ഉപയോഗിക്കുമ്പോൾ ഈ സിഗ്മ n വേരീസ് ഫ്രം 0 to infinity n epsilon e raised to minus n epsilon divided by KT എന്ന് എഴുതാം. അതിൽ ഞാൻ ഈ എപ്സിലോണിനെ പുറത്തേക്ക് എടുക്കാം, കാരണം സമ്മേഷൻ എവിടെയാണ്? എന്നിലാണ്. എപ്സിലോണിനെ പുറത്തേക്ക് എടുക്കുക. സിഗ്മ n വേരീസ് ഫ്രം 0 to infinity n e raised to minus n epsilon divided by KT എന്ന്. അപ്പോൾ ഈ എന്നിന് പകരം പി ആണ്, പിക്ക് പകരം n കൊടുക്കുക. എപ്സിലോൺ മൈനസ് എപ്സിലോൺ ബൈ KT എന്ന് പറയുന്നതാണ് എക്സ് ആയിരിക്കും. അപ്പോൾ ഈ ഐഡൻറ്റിറ്റി ഉപയോഗിച്ചാൽ എന്ത് വരും? ദാറ്റ് വിൽ ബി ഈക്വൽ ടു e raised to മൈനസ് എപ്സിലോൺ ബൈ KT. ഇവിടെ എപ്സിലോൺ ഉണ്ട്, എപ്സിലോൺ ഓൾറെഡി പുറത്തുണ്ട്. അപ്പോൾ എപ്സിലോൺ ഇൻറ്റു e raised to മൈനസ് എപ്സിലോൺ ബൈ KT ഡിവൈഡഡ് ബൈ 1 മൈനസ് e raised to മൈനസ് എപ്സിലോൺ ബൈ KT ഹോൾ സ്ക്വയർ. ഓക്കെ, ഇതാണ് റിസൾട്ട്. അപ്പോൾ ആ റിസൾട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ, ഈ ആവറേജിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ദ റിസൾട്ട് വിൽ ബിക്കം 1 മൈനസ് e raised to minus epsilon by KT into epsilon into e raised to minus epsilon by KT divided by 1 minus e raised to minus epsilon by KT the whole square. Okay, അപ്പോൾ ഇതും ഈ സ്ക്വയറും വെട്ടിപ്പോയി. So the result will become epsilon e raised to minus epsilon by KT divided by 1 minus e raised to minus epsilon by KT. Then you multiply throughout ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും e raised to epsilon by KT കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം in the numerator and denominator. അപ്പോൾ എന്തായി? epsilon e raised to minus epsilon by KT into e raised to epsilon by KT divided by e raised to epsilon by KT minus 1. ഇത് 1 ആയി. So the result will be epsilon divided by e raised to epsilon by KT minus 1. Okay, so the average energy will become average energy per oscillator, average energy per oscillator average energy per oscillator E average is equal to epsilon divided by e raised to epsilon by KT minus 1. അപ്പോൾ അതിൽ എപ്സിലോണിന് പകരം HF എന്ന് കൊടുക്കാം. HF divided by e raised to HF by KT minus 1. ഇക്വേഷൻ നമ്പർ 5 എന്ന് കൊടുക്കാം.
ഇതാണ് ആവറേജ് എനർജി പെർ ഓസിലേറ്റർ. ഒരു ഓസിലേറ്ററിൻ്റെ ആവറേജ് എനർജി നമ്മളിങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തത്. ഓക്കെ, ഇനി അതിനെ ലാംഡയുടെ രൂപത്തിൽ എഴുതുകയാണെങ്കിൽ എങ്ങനെ നമുക്ക് എഴുതാം? ഈ ആവറേജ് ഈസ് ഈക്വൽ ടു എച്ച് എഫിന് പകരം എച്ച് സി ബൈ ലാംഡ എന്ന് കൊടുക്കുക. എച്ച് സി ബൈ ലാംഡ ഡിവൈഡ് ബൈ ഇ റൈസ് ടു എച്ച് സി ബൈ ലാംഡ കെ ടി മൈനസ് 1. ഓക്കെ, ഇക്വേഷൻ നമ്പർ 6 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. റാലെയുടെ അസംഷൻ പ്രകാരം എന്താ? ഇതാണ് പ്ലാങ്കിൻ്റെ അസംഷൻ, ആവറേജ് എനർജി പെർ ഓസിലേറ്റർ. പ്ലാങ്ക് ഇങ്ങനെയാണ് അസ്യൂം ചെയ്തത്. റാലെയുടെ അസംഷൻ എന്താ? കെ ടി എന്നാണ്. നിങ്ങൾക്ക് നോക്കാം, റാലെയുടെ റിസൾട്ടും എക്സ്പെരിമെൻ്റൽ ഡാറ്റയും ലോങ്ങർ വേവ് ലെങ്ത് അല്ലെങ്കിൽ സ്മോൾ ഫ്രീക്വൻസിയിൽ മാച്ച് ചെയ്യുന്നുണ്ട്. അവിടെ നമ്മൾ കെ ടി എന്ന് തന്നെ. അപ്പോൾ നമുക്ക് നോക്കാം, ഇത് ലാംഡ ലാർജ് ആണെന്ന് വിചാരിച്ചു. ലാംഡ ലാർജ് ആണെങ്കിൽ ഇ റൈസ് ടു എച്ച് സി ബൈ ലാംഡ കെ ടി എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1 പ്ലസ് എച്ച് സി ബൈ ലാംഡ കെ ടി എന്ന് കൊടുക്കും. അതായത് ലോങ്ങർ വേവ് ലെങ്ത്തിൽ നിങ്ങൾക്ക് ലാംഡ എന്ന് പറയുന്നത് ലാർജ് ആകുമ്പോൾ ഇ റൈസ് ടു എച്ച് സി ബൈ ലാംഡ കെ ടി എന്ന് പറയുന്നത് ഒരു സ്മോൾ ക്വാണ്ടിറ്റി ആവും. സ്മോൾ ക്വാണ്ടിറ്റി ആകുമ്പോൾ ആ എക്സ്പോണൻഷ്യൽ എക്സ്പാൻഷനിലെ ആദ്യത്തെ 2 ടേമുകൾ മാത്രം എടുത്ത് നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഇ റൈസ് ടു എച്ച് സി ബൈ ലാംഡ കെ ടി എന്ന് പറയുന്നത് നമുക്ക് ഇഫ് ലാംഡ ഈസ് ലാർജ് e raised to hc by lambda kt is approximately equal to 1 plus lambda hc by lambda kt. സോ റിസൾട്ട് കൊടുക്കുമ്പോൾ ഈ ആവറേജ് എന്ത് വരും? ഈ ആവറേജ് എന്ന് പറയുന്നത് എച്ച് സി ബൈ ലാംഡ ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് എച്ച് സി ബൈ ലാംഡ കെ ടി മൈനസ് 1 വന്നു. ഇപ്പോൾ പ്ലസ് 1ഉം മൈനസ് 1ഉം വെട്ടിപ്പോയി. സോ ദ റിസൾട്ട് വിൽ ബി ഈ എച്ച് സിയും വെട്ടിപ്പോയി, ലാംഡയും വെട്ടിപ്പോയി. ഇപ്പോൾ കെ ടി മുകളിലേക്ക് പോകുമ്പോൾ ഈ ആവറേജ് വിൽ ബി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു കെ ടി അറ്റ് ലോങ്ങർ വേവ് ലെങ്ത്. Just like Rayleigh-Jeans law. ആണല്ലോ. ഇനി ഷോർട്ടർ വേവ് ലെങ്ത്തിൽ എത്തുമ്പോഴോ? ഷോർട്ടർ വേവ് ലെങ്ത് എന്ന് പറയുമ്പോൾ എന്താ? ഷോർട്ടർ വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ എച്ച് സി ബൈ ലാംഡ എന്ന് പറയുന്നത് സ്മോൾ ആണ്. അപ്പോൾ എച്ച് സി ബൈ ലാംഡ കെ ടി എന്ന് പറയുന്നത് വിച്ച് ഈസ് ഫാർ ഗ്രേറ്റർ ദാൻ 1, വളരെ ലാർജ് ആണ്. ഓക്കെ, ലാംഡ വളരെ ലാർജ് ആകുമ്പോൾ എച്ച് സി ബൈ ലാംഡ കെ ടി എന്ന് പറയുന്നത് ലാംഡ വളരെ സ്മോൾ ആകുമ്പോൾ എച്ച് സി ബൈ ലാംഡ കെ ടി എന്ന് പറയുന്നത് വളരെ ലാർജ് ആയിരിക്കും. അപ്പോൾ ഇ റൈസ് ടു എച്ച് സി ബൈ ലാംഡ കെ ടി പ്ലസ് 1 എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഇ റൈസ് ടു എച്ച് സി ബൈ ലാംഡ കെ ടി എന്ന് കൊടുക്കാം. ക്ലിയർ? ആ 1 അല്ല -1 ആണ്. ആ -1 അപ്രോക്സിമേറ്റ്ലി ഇ റൈസ് ടു എച്ച് സി ബൈ ലാംഡ കെ ടി എന്ന് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ ഈ ആവറേജ് എന്ത് വരും? ഈ ആവറേജ് എന്ന് പറയുന്നത് എച്ച് സി ബൈ ലാംഡ ഇ റൈസ് ടു മൈനസ് എച്ച് സി ബൈ ലാംഡ കെ ടി എന്നായി. അതായത് ഇ റൈസ് ടു എച്ച് സി ബൈ ലാംഡ കെ ടിനെ മുകളിലേക്ക് കൊണ്ടുവരും. അപ്പോൾ ഇ റൈസ് ടു മൈനസ് എച്ച് സി ബൈ ലാംഡ കെ ടി ആയി. ഇനി ലാംഡ ടെൻസ് ടു 0 ആയി വിചാരിക്കുക. അപ്പോൾ ലാംഡ ടെൻസ് ടു 0 ആകുമ്പോൾ ഈ ആവറേജ് എന്ത് സംഭവിക്കും? ഈ ആവറേജ് വിൽ ബിക്കം 0 വിച്ച് ടെൻസ് ടു 0. ലാംഡ വളരെ സ്മോൾ ആയാൽ എച്ച് സി ബൈ ലാംഡ, അതായത് ഇ റൈസ് ടു എച്ച് സി ബൈ മൈനസ് എച്ച് സി ബൈ ലാംഡ കെ ടി എന്ന് പറയുന്നത് 0 ആയിട്ട് മാറും. അപ്പോൾ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് 0 ആയിട്ട് മാറും. അപ്പോൾ ഷോർട്ടർ വേവ് ലെങ്ത്തിലെ ആവറേജ് വാല്യൂ 0. ഇത് തന്നെയാണ് എക്സ്പെരിമെൻ്റൽ ഡാറ്റയും പറയുന്നത്. ഷോർട്ടർ വേവ് ലെങ്ത്തിൽ ഇൻറ്റൻസിറ്റി കുറവാണ്. ഓക്കെ, അപ്പോൾ റാലെ-ജീൻസ് ലോയിലെ ആ ഒരു അൾട്രാവയലറ്റ് കറ്റാസ്ട്രോഫി എന്ന് പറയുന്ന അനോമലി, ആ ഒരു പ്രശ്നം ഇവിടെ സോൾവ് ചെയ്യപ്പെട്ടു. ഓക്കെ, കാരണം ഷോർട്ടർ വേവ് ലെങ്ത്തിലുള്ള ഓസിലേറ്റേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഷോർട്ടർ വേവ് ലെങ്ത്തിലുള്ള ഓസിലേറ്റേഴ്സ് കൊണ്ട് ഇഫക്റ്റ് കൊണ്ട് ഇൻറ്റൻസിറ്റി ഇൻഫൈനൈറ്റ് ആയിട്ട് മാറുന്നൊരവസ്ഥ ഇവിടെ ഒഴിവാക്കാൻ സാധിക്കും. വളരെ എന്താ പറയുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്
ഇത് അതായത് പ്ലാങ്കിൻ്റെ കോൺട്രിബ്യൂഷൻ പ്രകാരം വളരെ കൃത്യമായിട്ട് പ്ലാങ്കിൻ്റെ അസംഷൻ പ്രകാരം അൾട്രാവയലറ്റ് കറ്റാസ്ട്രോഫി എന്ന് പറയുന്ന ആ പ്രശ്നം ഒഴിവാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ എനർജി ഡെൻസിറ്റി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ എങ്ങനെയാ, എനർജി യു ഓഫ് ലാംഡ ഡി ലാംഡ എന്നാണ്, ഒരു ബിറ്റ്വീൻ ലാംഡ ആൻഡ് ലാംഡ പ്ലസ് ഡി ലാംഡ. അത് നമ്മൾ എഴുതിയത് കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തത് ഓർമ്മയുണ്ടാവും. അതേ രൂപത്തിൽ തന്നെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. എൻ ഓഫ് ലാംഡ ഡി ലാംഡ divided by into average energy per oscillator divided by V. Total energy divided by volume. ആ എനർജി എന്ന് പറയുന്നത് ലാംഡയ്ക്കും ലാംഡ പ്ലസ് ഡി ലാംഡയ്ക്ക് ആകുമ്പോൾ എൻ ഓഫ് ലാംഡ ഡി ലാംഡ. കഴിഞ്ഞ ലെക്ചറിൽ നമുക്ക് എൻ ഓഫ് ലാംഡ ഡി ലാംഡ കിട്ടിയിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടാവും. 8 pi V divided by lambda raised to 4 into d lambda എന്ന് എഴുതിയത് ആവറേജ് എനർജി പെർ ഓസിലേറ്റർ പ്ലാങ്കിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ. അത് നമ്മളുടെ ഇക്വേഷൻ നമ്പർ ഇപ്പോൾ അവസാനം എഴുതിയ ഇക്വേഷൻ നമ്പർ 5 അല്ലെങ്കിൽ ഇക്വേഷൻ നമ്പർ 6 ആ രൂപത്തിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇക്വേഷൻ നമ്പർ 6 പ്രകാരം ഈ ആവറേജ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ ആവറേജ് എത്ര കിട്ടിയത്? ഈ ആവറേജ് എന്ന് പറയുന്നത് HC by lambda divided by e raised to HC by lambda KT minus 1. ഓക്കെ, ഇവിടെ ഒരു വോള്യം V ഉണ്ട്. അപ്പോൾ ഈ വിയും വെട്ടിപ്പോ എൻ ഓഫ് ലാംഡ ഡി ലാംഡ. ഓക്കെ, അപ്പോൾ അത് റീഅറേഞ്ച് ചെയ്യുമ്പോൾ ദ റിസൾട്ട് വിൽ ബി 8 pi HC ഡിവൈഡഡ് ബൈ ഇവിടുത്തെ ഒരു ലാംഡയും ഇവിടുത്തെ ലാംഡ റേസ് ടു 4 കൂടി ആകുമ്പോൾ ലാംഡ റേസ് ടു 5 ആയി ഇൻറ്റു 1 ബൈ ഇ റേസ് ടു HC ബൈ ലാംഡ KT മൈനസ് 1 ഇൻറ്റു ഡി ലാംഡ. യു ഓഫ് ലാംഡ ഡി ലാംഡ, എനർജി ഡെൻസിറ്റി between lambda and lambda plus d lambda. Okay, equation number A എന്ന് കൊടുക്കുക. So we can write the energy density u of lambda മാത്രമായിട്ട് എഴുതുമ്പോൾ u of lambda is equal to 8 pi HC divided by lambda raised to 5 into 1 by e raised to HC by lambda KT minus 1. ഇക്വേഷൻ നമ്പർ 7 എന്ന് കൊടുക്കുക. ക്ലിയർ? എനർജി ഡെൻസിറ്റി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇൻറ്റൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. കഴിഞ്ഞ ലെക്ചറിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഐ ഓഫ് ലാംഡ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഐ ഓഫ് ലാംഡ ഇസ് ഈക്വൽ ടു സി ബൈ 4 ഇൻറ്റു യു ഓഫ് ലാംഡ. കഴിഞ്ഞ ലെക്ചറിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? സി ബൈ 4 ഇൻറ്റു 8 പൈ HC divided by lambda raised to 5 1 divided by e raised to HC divided by lambda KT minus 1. So ഈ 4ഉം 8ഉം 2 ആയി. അപ്പോൾ നമുക്ക് 2 പൈ HC square divided by lambda raised to 5 into 1 by e raised to HC by lambda KT minus 1. I of lambda. Equation number 8. ഈ ഇക്വേഷൻ നമ്പർ 8 നിങ്ങൾ പ്ലോട്ട് ചെയ്താൽ വേഴ്സസ് ലാംഡ, ഐ ഓഫ് ലാംഡയും വെച്ച് ഗ്രാഫ് പ്ലോട്ട് ചെയ്താൽ കറക്റ്റ് എക്സ്പെരിമെൻ്റൽ ഡാറ്റ എങ്ങനെയാണോ അതിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ, അതായത് ഇതാണ് നമ്മളുടെ പ്ലാങ്ക് റേഡിയേഷൻ ഫോർമുല എന്ന് പറയുന്നത്. ഈ എനർജി ഡെൻസിറ്റിയുടെ രൂപത്തിലും ചിലപ്പോൾ ഇൻറ്റൻസിറ്റിയുടെ രൂപത്തിലും ഒക്കെ പറയാറുണ്ട് പ്ലാങ്ക് റേഡിയേഷൻ ഫോർമുല.
ഓക്കെ. ചിലപ്പോൾ യു ഓഫ് ലാംഡ ഡി ലാംഡയുടെ രൂപത്തിൽ എഴുതാറുണ്ട്, അല്ലെങ്കിൽ യു ഓഫ് ലാംഡ മാത്രമായിട്ട് എഴുതാറുണ്ട്, ഐ ഓഫ് ലാംഡയുടെ രൂപത്തിൽ എഴുതാറുണ്ട്. സോ ഇഫ് യു പ്ലോട്ട് എ ഗ്രാഫ് ബിറ്റ്വീൻ ഐ ഓഫ് ലാംഡ ആൻഡ് ലാംഡ, you will get a data just like quite similar to the experimental data. അപ്പോൾ എക്സ്പെരിമെന്റൽ ഡാറ്റയായിട്ട് കൃത്യമായിട്ട് ഫിറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് പ്ലാങ്കിന്റെ അസംഷൻ പ്രകാരം ബ്ലാക്ക് ബോഡി സ്പെക്ട്രം കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ കൃത്യമായിട്ട് ഇന്റർപ്രറ്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. ഇനി ഇതുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി കാര്യങ്ങൾ പറയാനുണ്ട്. എങ്ങനെയാണ് സ്റ്റെഫാൻസ് ബോൾട്സ്മാൻ ലോ ഡിസ്കസ് ചെയ്തത്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. നമുക്ക് അടുത്ത ലെക്ചറിൽ ചെയ്യാം. അതുവരെ വെയിറ്റ് ചെയ്യുക. താങ്ക് യു.